പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഏതാണ്ടൊരു 9 ദിവസങ്ങൾക്ക് 10 ദിവസങ്ങൾക്ക് മുമ്പ് UDFുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ തലവാചകം ഇതായിരുന്നു: UDFിനെ മൊത്തമായി ഒരു പ്രവാസി മലയാളി വിലക്കെടുത്തു, അതിൻ്റെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ എന്ന് ഉള്ളതായിരുന്നു ആ വീഡിയോ. അതിൻ്റെ തമ്പ് അതായിരുന്നു. അതിപ്പോൾ ചെയ്തിട്ട് 9-10 ദിവസമായി. അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് രാജേന്ദ്രൻ വെള്ളപ്പലത്ത് എന്ന് പറയുന്ന ഒരാളും ഒരു അശ്വിനി നമ്പരമ്പത്ത് എന്ന് പറയുന്ന ഒരു വനിതയും ഭാരവാഹികളായിട്ടുള്ള കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി എന്ന് പറയുന്ന 2022 മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിക്കപ്പെട്ട, യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയവുമില്ലാത്ത ഒരു പാർട്ടിയെ ഈ കഴിഞ്ഞ 23-ാം തീയതി ജൂൺ 23-ാം തീയതി നടന്ന UDF യോഗത്തിൽ ഒരു ഘടക കക്ഷിയായി അവരെ UDFിൽ എടുത്തു. ആ വാർത്തയാണ് ഞാൻ ആ വീഡിയോയിലൂടെ ചെയ്യാൻ ചെയ്തത്. അതായിരുന്നു വാർത്ത. UDF കൺവീനർ ശ്രീമാൻ MM ഹസനാണ് ആ കാര്യം അവിടെ പറഞ്ഞത്. അവരെന്തോ ഒരു പ്രവാസികളുടെ വലിയ ഒരു സംഘടനയാണ്, അവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവരെ ഞങ്ങൾ ഈ മുന്നണിയിലെടുക്കും. ഇതായിരുന്നു എൻ്റെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇതൊരു അരാഷ്ട്രീയമായിട്ടുള്ള ഒരു സംവിധാനമാണ്. രാഷ്ട്രീയ പാർട്ടിയായിട്ട് അവർ രൂപീകരിച്ചു എന്ന് പറയുന്നതിനകത്ത് ശരിയായൊരു കാര്യമില്ല. ആർക്ക് വേണമെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആവാം. പ്രവാസികളുടെ താല്പര്യം മുൻനിർത്തിയാണ് ഒരു സംവിധാനത്തെ UDFിലേക്ക് എടുക്കുന്നതെങ്കിൽ അക്കാര്യത്തിൽ ഈ പ്രവാസി അസോസിയേഷൻ പാർട്ടിയേക്കാൾ യോഗ്യതയുള്ള വേറെ ഒട്ടനവധി സംവിധാനങ്ങളുണ്ടായിരുന്നു. KMCCയെ പോലെ OICC എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരുന്നു. അവരെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം 22-ൽ മാത്രം രൂപീകരിക്കപ്പെട്ട തികച്ചും അരാഷ്ട്രീയമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഈ പാർട്ടിയെ പൊടുന്നനെ UDFിൽ എടുത്തതിന് പുറകിൽ UDFുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ അതിന് പുറകിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഞാൻ ആ വീഡിയോയിൽ ഉന്നയിച്ചത്. അതിൽ ഞാൻ പ്രധാനമായും പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയും പ്രതിപക്ഷ ഉപനേതാവ് ശ്രീമാൻ PK കുഞ്ഞാലിക്കുട്ടിയുടെയും പേര് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. ആ വിശദാംശങ്ങൾ ഞാനതിനകത്ത് ഫോട്ടോ ഉൾപ്പെടെ ഞാനതിനകത്ത് കാണിച്ചിരുന്നു. അവരാണ് ഈ പാർട്ടിയെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ താല്പര്യം കാണിച്ചതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനേക്കാൾ അതിഗുരുതരമായിട്ടുള്ള ആരോപണം ഞാൻ അതിനകത്ത് ഉന്നയിച്ചത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, ഈ രാജേന്ദ്രൻ വെള്ളപ്പലത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയുടെ ഫൗണ്ടർ പ്രസിഡൻറ്റ് സ്വകാര്യമായി മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവിനെ വിദേശത്ത് കൊണ്ടുപോയിരുന്നു എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവും ഞാൻ അതിനകത്ത് ഉന്നയിച്ചിരുന്നു. അതുകൂടാതെ ഈ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ ഒരു വലിയ കച്ചവടക്കാരനാണെന്നും അയാളുടെ കച്ചവട സ്ഥാപനങ്ങൾ എന്തൊക്കെയാണെന്നും അതിനകത്ത് മുതൽ മുടക്ക് എന്തൊക്കെയാണെന്നും ആ സ്ഥാപനങ്ങളിൽ അയാളുടെ ബന്ധുക്കൾ ഡയറക്ടർ ബോർഡ് മെമ്പർമാരാണ് എന്നുള്ളതും ഇതിനൊക്കെയുള്ള പണം അയാൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് നമ്മൾക്കറിയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ അശ്വിനി നമ്പരമ്പത്ത് എന്ന് പറഞ്ഞ വനിത, അവരെക്കുറിച്ചും ആർക്കും ഒന്നും അറിയില്ല. അവർ ഏതോ ഒരു ഗൾഫിലെ ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഷെയ്ഡി ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ഈ രണ്ടുപേർ, ഈ രാജേന്ദ്രൻ വെള്ളപ്പലത്തും ഈ അശ്വിനി നമ്പരമ്പത്തും നയിക്കുന്ന ഈ 2022-ൽ മാത്രം രൂപീകരിക്കപ്പെട്ട ഈ പാർട്ടി എങ്ങനെയാണ് പൊടുന്നനെ ഈ UDFിലേക്ക് വന്നത് എന്നുള്ള വിഷയമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്തത് ഇവരെ ഇതിനകത്തെടുത്തതിൻ്റെ പുറകിൽ വലിയ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്, വലിയ സാമ്പത്തിക ഇടപാടുകൾ ഇതിനകത്ത് നടന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വാദഗതിയാണ് ഞാൻ ആ വീഡിയോയിൽ ഉന്നയിച്ചത്. സുഹൃത്തുക്കളെ, അതൊരു വലിയ ആരോപണമായിരുന്നല്ലോ. ആ ആരോപണം ഉന്നയിച്ചിട്ട് ഇന്ന് 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതികരണവും ഒരു ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കണം. കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല, VD സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല, ഈ രാജേന്ദ്രൻ വെള്ളപ്പലത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല, ഈ അശ്വിനി നമ്പരമ്പത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഞാൻ ആ വീഡിയോയിൽ ഉന്നയിച്ച ഒരാരോപണങ്ങളും ഇന്നീ നിമിഷം വരെ നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമല്ല സുഹൃത്തുക്കളെ. എന്ന് മാത്രമല്ല, അതിനുശേഷം ഞാൻ നടത്തിയ അന്വേഷണങ്ങളെ സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്നതായിരുന്നു. UDFിലെ തന്നെ പല നേതാക്കന്മാർ
പല സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ വലിയ അതൃപ്തിയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പല രാഷ്ട്രീയ പാർട്ടികളിലെയും UDF-ലെ പല രാഷ്ട്രീയ പാർട്ടികളിലെയും പല ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുമായിട്ടും സംസാരിച്ചു. അവരെല്ലാവരും തന്നെ ഈ കാര്യത്തിൽ അവർക്ക് അതൃപ്തി അവരെ എൻ്റെ അടുത്ത് പ്രകടമാക്കി, എൻ്റെ അടുത്ത് നേരിട്ട് പ്രകടമാക്കി. പല ചെറിയ ഘടകകക്ഷികളും അതിനേക്കാൾ വലിയ വിമർശനങ്ങൾ എൻ്റെ മുന്നിൽ അവർ വയ്ക്കുകയുണ്ടായി. പക്ഷെ അവരാരും ഈ വിഷയം UDF-ൽ ഉന്നയിക്കാൻ അവർ തയ്യാറാവുന്നില്ല. അതാണൊരു ദുരൂഹത എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട് അവർ ഉന്നയിക്കുന്നില്ല? അവർക്കും ഈ സാമ്പത്തിക ഇടപാടിന് എന്തെങ്കിലും പങ്കുണ്ടോ? എനിക്ക് സംശയങ്ങൾ ഇല്ലാതെ ഇല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, UDF-ൽ വലിയ തോതിൽ അസംതൃപ്തി ഈ തീരുമാനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഈ തീരുമാനം UDF-ൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടേ ഇല്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ UDF-ൽ ചർച്ച ചെയ്യാതെ PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ദുരൂഹമായിട്ടുള്ള പശ്ചാത്തലമുള്ള ഈ സംവിധാനത്തിന്, ഈ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയെ UDF-ലേക്ക് കൊണ്ടുവന്നത് എന്നത് വളരെ വ്യക്തമായിരിക്കുകയാണ്. ഞാൻ അന്ന് തന്നെ പറഞ്ഞു, ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന് വടക്ക് കുന്നമംഗലത്തോ തിരുവമ്പാടിയിലോ കണ്ടൊരു സീറ്റ് ഓഫർ ചെയ്തു എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു. അത് നിഷേധിക്കപ്പെട്ടിട്ടില്ല. എനിക്ക് ഈ വീഡിയോയിൽ വ്യക്തമായി പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലത്തെ ഒരു കച്ചവടം വീണ്ടും UDF-ൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. UDF-ലേക്ക് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി വന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. എന്നാൽ UDF-ൽ ഒരു ഘടകകക്ഷിയായിട്ടുള്ള പാർട്ടിയിൽ ഇതുപോലൊരു കച്ചവടം വീണ്ടും നടന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. അത് കുട്ടനാട് നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ കച്ചവടം നടന്നിട്ടുള്ളത്. നമുക്കറിയാം, കുട്ടനാട് മണ്ഡലം എന്ന് പറയുന്നത് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ KC ജോസഫ് എന്ന് പറഞ്ഞ ഒരാൾ മത്സരിച്ചിരുന്നു. അയാൾ പിന്നീട് ഈ പറഞ്ഞ പോലെ ഈ ആൻ്റണി രാജു ഉണ്ടാക്കിയ കേരള കോൺഗ്രസിലേക്ക് അയാൾ പോയി. അതിനുശേഷം അവിടെ കഴിഞ്ഞ 2 തവണയായിട്ട് ജേക്കബ് എബ്രഹാം എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. ആദ്യം തോമസ് ചാണ്ടി NCPയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ഒന്ന് മത്സരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ തോമസ് എന്നൊക്കെണ്ടാണെന്ന് അയാളുടെ പേരെന്ന് എനിക്കുന്നു. അയാളാണ് ഇപ്പോൾ അവിടുത്തെ സിറ്റിംഗ് MLA. അയാൾ NCPക്കാരനാണ്. അപ്പോൾ അയാൾക്കെതിരെ വലിയ വിമർശനങ്ങളൊക്കെ കുറേ കാലമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ വീണ്ടും ഒരു കച്ചവടവും കൂടി UDF-ൽ നടന്നിരിക്കുന്നു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോസഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ കച്ചവടം നടന്നിട്ടുള്ളത്. കാരണം അവർക്കാണല്ലോ കുട്ടനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് അവരാണ്. അപ്പോൾ എനിക്കെൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കുട്ടനാട് മണ്ഡലത്തിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടിയിട്ട് NCPയിൽ നിന്ന് ഒരു വ്യക്തി ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേരാൻ പോകുന്നു. ഇതാണ് ഞാൻ ഉന്നയിക്കുന്ന ആരോപണം. അത് അടുത്ത ഒരു കച്ചവടമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. സുഹൃത്തുക്കളെ, അങ്ങനെ ജോസഫ് ഗ്രൂപ്പിലേക്ക് NCPയിൽ നിന്ന് ചേരാൻ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്ന ആ വ്യക്തിയുടെ പേര് റെജി ചെറിയാൻ എന്നാണ്. റെജി ചെറിയാൻ. ആ റെജി ചെറിയാൻ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ അയാളൊരു NCPക്കാരനാണ്. പക്ഷേ അയാൾ NCPയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 1-2 വർഷം ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് മുമ്പ് അയാൾക്ക് രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ NCPയുടെ കേരളത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് PC ചാക്കോ വന്നതിനെ തുടർന്ന് PC ചാക്കോയുടെ ആളായി നിന്ന് PC ചാക്കോയുടെ ഒരു ഈ പറഞ്ഞ പോലെ ആരോപണം ഫിനാൻഷ്യർ ആണെന്നുള്ളതാണ്. ആ ഫിനാൻഷ്യർ എന്നുള്ള നിലയിൽ ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് NCPയിലേക്ക് വന്ന ഒരാളാണ് ഈ റെജി ചെറിയാൻ എന്ന കഥാപാത്രം. അതിനു മുമ്പ് അയാൾക്ക് യാതൊരു രാഷ്ട്രീയവുമില്ല എന്ന് മാത്രമല്ല, അയാളൊരു കോടീശ്വരനാണ്. അയാളൊരു ഹോട്ടൽ ബിസിനസ്സുകാരനാണ്. ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചനക്ഷത്ര ഹോട്ടലായിട്ടുള്ള റമദ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ഉടമയാണ് അയാൾ. ഏതാണ്ട് 8,500 മുതൽ 10,000 രൂപ വരെ മുറി വാടകയുള്ള ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ ഉടമയായിട്ടുള്ള ഒരു ഹോട്ടൽ കച്ചവടക്കാരൻ മാത്രമാണ് ഈ റെജി ചെറിയാൻ. റമദ എന്നുള്ളതാണ് ഹോട്ടൽ. ആ ഹോട്ടലിൻ്റെ പടമാണ് നിങ്ങൾ എൻ്റെ പശ്ചാത്തലത്തിൽ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. അയാളൊരു കച്ചവടക്കാരൻ മാത്രമാണ്.
പ്രധാനമായും ഗൾഫിലാണ് അയാളുടെ ബിസിനസ് എന്താണെന്ന് എനിക്കറിയില്ല. ഗൾഫിൽ ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് അയാൾ കേരളത്തിൽ വന്നിട്ട് ഈ ഹോട്ടൽ നിർമ്മിച്ച് അതിൻ്റെ ഉടമയായിട്ട് അവിടെ ഇരുന്നത്. കോടീശ്വരനാണ് അയാൾ. ചാക്കോയുടെ ആളായിട്ട് 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഇത് എന്തോ ഇതിൻ്റെ ദേശീയ നിർവാഹക സമിതി അംഗമെന്നൊക്കെ പറഞ്ഞു വന്നു. പിന്നെ എന്തോ തർക്കമൊക്കെ വന്നു, എന്തോ പിന്നീട് ഒഴിവാക്കി എന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും 2 വർഷങ്ങൾക്ക് മുമ്പ് അയാൾക്ക് രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല, കച്ചവടക്കാരനായിരുന്നു. ഇപ്പോഴും കച്ചവടക്കാരൻ തന്നെയാണ്. എന്ന് മാത്രമല്ല അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ CPM-കാരാണ്. ആലപ്പുഴയിലെ സജി ചെറിയാൻ ഒക്കെ ഉൾപ്പെടെയുള്ള നാസർ ഉൾപ്പെടെയുള്ള ആളുമൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് ഈ റെജി ചെറിയാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചാക്കോയുടെ ആളായിട്ടാണ് അയാൾ വന്നതെന്നുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അയാൾ കോടീശ്വരനായതുകൊണ്ട് അയാൾക്ക് ഇപ്പോൾ കുട്ടനാട് MLA ആകണം എന്നുള്ളതാണ് അയാളുടെ ആഗ്രഹം. അയാൾ NCP-ക്കകത്ത് നിന്നപ്പോൾ തന്നെ കുട്ടനാട് MLA-യുമായിട്ട് തർക്കം ഉണ്ടാക്കാനും കുട്ടനാട് MLA ഇയാൾക്കെതിരെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അയാളൊരു കോടീശ്വരനായതുകൊണ്ട് അയാൾക്ക് കുട്ടനാടും മത്സരിക്കണം. അപ്പോൾ NCP-യിൽ നിന്നാലും മത്സരിക്കാൻ നോക്കി, പറ്റില്ല എന്ന് കണ്ടു. ഇപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? അയാളും കുറച്ച് ആളുകളും കൂടി ചേർന്ന് ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേരുന്നു എന്നുള്ളതാണ് വാർത്ത. ലയന സമ്മേളനം നടക്കാൻ പോകും. എൻ്റെ അറിവിലുള്ളിടത്തോളം കാലം ജോസഫ് ഗ്രൂപ്പിലെ ഇപ്പോൾ 2ാമത്തെ നേതാവായി നിൽക്കുന്ന ഒരു വ്യക്തി, 2ാമത്തെ നേതാവായി നിൽക്കുന്ന ഒരു പ്രമുഖനായിട്ടുള്ള നേതാവ്, ആ നേതാവാണ് ഇതിൽ ചുക്കാൻ പിടിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ അറിയുന്നത്. ആ നേതാവാണ് ഈ റെജി ചെറിയാനിൽ നിന്ന് പണം വാങ്ങിയത് എന്നുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും അയാൾ പറയുന്നത് പോലെയാണ് PJ ജോസഫ് മുന്നോട്ട് പോവുക എന്നുള്ളത് കൊണ്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ കോടീശ്വരനായിട്ടുള്ള ഈ റെജി ചെറിയാൻ ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേരുകയാണ്. ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായ അയാൾ അടുത്ത പ്രാവശ്യം കുട്ടനാടിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിയാവാനും സാധ്യതയുണ്ട്. ഇതാണ് UDF-ൽ ഇപ്പോൾ നടന്നിരിക്കുന്ന 2ാമത്തെ കച്ചവടം. UDF-നെ മൊത്തമായൊരു പ്രവാസി വിലക്കെടുത്തതാണ് ഇപ്പോൾ ഞാൻ പറയുന്നതെങ്കിൽ UDF-നെ മൊത്തമായൊരു പ്രവാസിക്ക് വിലക്കെടുക്കാമെങ്കിൽ UDF-ൽ ഒരു ഘടകകക്ഷിയിലേക്ക് ഒരു കോടീശ്വരന് കടന്നു വന്നുകൂടെ? ഇതാണ് അതിനകത്തുള്ളൊരു ലോജിക്കായിട്ട് വേണേൽ പറയാവുന്നത്. പിന്നെ കോടീശ്വരൻ ഈ പാർട്ടിയിലേക്ക് വന്നു, കച്ചവടം നടത്തി എന്നൊക്കെ പറയുന്നത് ചിലപ്പം ചില ആളുകൾക്ക് വാർത്തകളല്ലായിരിക്കാം. കാരണം കോടീശ്വരന്മാരെ കൊണ്ടുവന്ന് CPM MLA-മാരാക്കുന്നുണ്ട്, കോടീശ്വരന്മാരെ കൊണ്ടുവന്ന് CPM മന്ത്രിമാരാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളെന്തിനാണ് മാറി നിൽക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്കും കോടീശ്വരന്മാരെ കൊണ്ടുവന്ന് മന്ത്രിയാക്കി കൂടെ എന്ന് ചോദിക്കാൻ വേണമെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു യുക്തിയുണ്ട്. പക്ഷേ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ യുക്തി എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയം കോടീശ്വരന്മാർ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇതാണ് എൻ്റെ വാദം. കോടീശ്വരന്മാർക്ക് രാഷ്ട്രീയത്തിലേക്ക് വന്നുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്, വരുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ കോടീശ്വരന്മാർ വന്നിട്ട് അവരുടെ കയ്യിൽ പണമുണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവിടുത്തെ മുന്നണികളെയും പാർട്ടികളെയും ഒക്കെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്നതിനെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ എതിർക്കുന്നു. അത്രയും കണ്ടാച്ചാൽ മതി. ഇതാണ് എൻ്റെ പ്രത്യയശാസ്ത്രം. ഈ പ്രത്യയശാസ്ത്രത്തോട് വേറുള്ളൊരു യോജിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അപ്പോൾ UDF-നെ മൊത്തമായി ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്തും അശ്വിനി നമ്പരമ്പത്തും കൂടെ വിലക്കെടുത്തതാണെങ്കിൽ ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പാർട്ടിയിലേക്ക് ഒരു ഹോട്ടൽ ബിസിനസ്സുകാരനായിട്ടുള്ളൊരു കോടീശ്വരൻ കടന്നു വരുന്നു. അയാൾ നാളെ മത്സരിക്കുന്നു, ജയിക്കുന്നു, മന്ത്രിയാവുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നുള്ളത് ഇപ്പോൾ യുണൈറ്റഡ് ഒരു ഡീലേഴ്സ് ഫ്രണ്ട് എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. CPM-നെ മത്സരിച്ച് ഈ CPM-നെ ജീർണതയുടെ കാര്യത്തിൽ CPM-നെ മത്സരിച്ച് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് 2ാമത്തെ കച്ചവടം ഞാൻ ഇതിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഇനി പ്രവാസി അസോസിയേഷൻ പാർട്ടിയുടെ രൂപീകരണമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോകൾക്ക് തുടർ വീഡിയോകളുണ്ടാവും. അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഞാൻ. അത് കേൾക്കാനും എൻ്റെ പ്രേക്ഷകർ തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് UDF-നെ ഒരു പ്രവാസി വിലക്കെടുത്തു, UDF-ലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള ജോസഫ് ഗ്രൂപ്പിനെ വേറൊരു കോടീശ്വരൻ വിലക്കെടുത്തു. അതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക്, എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത്.